ഹായ് ഫ്രണ്ട്സ്, വെൽക്കം എക്സ്പ്രസ് 2020. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്ന ചെടി എല്ലാവരുടെ വീട്ടിലുള്ളതുമാണ്, എല്ലാവർക്കും അറിയുന്നതുമായിട്ടുള്ള തുളസി ചെടിയെക്കുറിച്ചാണ്. ഈ തുളസി ചെടി കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. പല ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ തുളസി ചെടി. ഈ തുളസി തന്നെ പല തരത്തിലുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഒരു 6 തരത്തിൽ പെട്ട തുളസി ഉണ്ട്. കർപ്പൂര തുളസി, രാമതുളസി, കൃഷ്ണതുളസി, വൃക്കത്തുളസി, കാട്ടുതുളസി, മധുരത്തുളസി. അതിൽ കൃഷ്ണതുളസിയാണ് ഏറ്റവും ഉപയോഗമുള്ള തുളസി. ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ള തുളസിയാണ് കൃഷ്ണതുളസി. പൂജാതി കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നതും കൃഷ്ണതുളസിയാണ്. കൃഷ്ണതുളസിയുടെ തണ്ട് ഇതുപോലെ ഇരിക്കും, നീല കളറിലാണ് കാണപ്പെടുക. രാമതുളസിയുടെ ആണെങ്കിൽ അത് പച്ച കളറാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒസിമം ടെന്യൂഫ്ലോറം എന്നുള്ളതാണ് ഈ തുളസിയുടെ ശാസ്ത്രനാമം. പണ്ട് കാലം മുതൽ തന്നെ ആയുർവേദത്തിൽ സ്ഥാനം പിടിച്ച ഒന്നാണ് തുളസി. തുളസി ഇലയും കതിരും എല്ലാം ഒന്നിച്ച് തലയിൽ ചൂടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ പേൻ പോവാനും താരം പോവാനൊക്കെ കഴിയും. ജലദോഷം, കഫക്കെട്ട്, തലവേദന, ചർമ്മരോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, സ്ട്രെസ്സ്, ഇതിനൊക്കെ വളരെയധികം ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് തുളസി. ജലദോഷം വരുമ്പോൾ തുളസി ഇല ചൂടുവെള്ളത്തിലിട്ടിട്ട് ആവി പിടിച്ചാൽ ജലദോഷത്തിന് കുറേ ശമനം കിട്ടും. അതുപോലെ തന്നെ കഫക്കെട്ട് വന്നാലും ചുമ വരുമ്പോഴൊക്കെ. പിന്നെ ചർമ്മരോഗങ്ങൾക്ക് ഈ തുളസി നീര് വളരെ നല്ലതാണ്. നമ്മൾ തൊടിയിലൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് വല്ല ജീവികളും വല്ല പ്രാണികളും നമ്മളുടെ മേലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു തണർക്കില്ലേ, അപ്പോൾ ആ തണർത്ത സ്ഥലത്ത് ഈ തുളസിയുടെ ഇല എടുത്തിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് അപ്പോൾ ഒരാശ്വാസം കിട്ടും, ചൊറിച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ തുളസി നീരും തേനും സമം ചേർത്ത് കഴിച്ചാൽ കിഡ്നി സ്റ്റോണൊക്കെ മാറിക്കിട്ടും. ഒരു 10 മാസം അടുപ്പിച്ച് കഴിക്കണം. അതുപോലെ ഏറ്റവും എല്ലാ ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സിന് വളരെ നല്ലതാണ് ഈ തുളസി ഇല ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക. അതുപോലെ തുളസിയുടെ ഇല ഇട്ടിട്ടുള്ള വെള്ളം ആവി പിടിക്കുക. തുളസി നീരും തേനും സമം ചേർത്ത് കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ സ്ട്രെസ്സ് കുറേയൊക്കെ ഭേദമായി വരും. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഔഷധമാണ് തുളസി. ഈ കൊതുക് ഒക്കെ പോവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ കനലൊക്കെ ഇട്ട് പുകയ്ക്കുന്ന സമയത്ത് ഈ തുളസിയുടെ ഇലയും കതിരും ഇട്ട് കഴിഞ്ഞാൽ കൊതുകൊക്കെ പോയി കിട്ടും. പിന്നെ ഈ കോവിഡ് കാലത്ത് സ്ഥിരമായിട്ട് 2020 മാർച്ച് 11 മുതൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ തുളസി ഇലയും ചുക്കും കുരുമുളകും ഇട്ടിട്ടുള്ള വെള്ളം കുടിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ കോവിഡ് വരാൻ കൂടുതൽ സാധ്യത കഫക്കെട്ട്, പനി, ജലദോഷം ഇതൊക്കെ വരുമ്പോഴാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വെള്ളം കുടിക്കുന്നത് കാരണം കൊണ്ട് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാതെ രക്ഷപ്പെട്ടു. ഇതൊക്കെയാണ് തുളസീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഒരു തുളസി തൈ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. ബായ്.